ഹേയ് ഞങ്ങളിന്ന് ഫാമിലി ആയിട്ട് സ്റ്റേക്കേഷന് പോവാണ് കേട്ടോ. നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ, വിച്ച് ഇസ് പോത്തുണ്ടി ഡാം. ഞാൻ ഈ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത്ര തണുപ്പൊന്നും ആയിട്ടല്ല, പക്ഷെ നല്ല വെയിലാണ്. വെറുതെ കരിയുണ്ടല്ലോ എന്നോർത്തിട്ട് സ്വെറ്റർ എടുത്തിട്ടതാണ്. ഈ ഡാമിൻ്റെ മുകളിൽ വരെ നടന്നു കയറുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ബിക്കോസ് ഞാൻ ഓർത്തു സിമ്പിളായിരിക്കും എന്നൊക്കെ ഓർത്ത് പകുതി കഴിയത്തപ്പോൾ ഞാനും ക്ഷീണിച്ചു, പാവം അമ്മമ്മ. പക്ഷെ അമ്മമ്മയ്ക്ക് ആ സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് ആൾ എങ്ങനെയൊക്കെയോ ഇടയ്ക്ക് ബ്രേക്സ് ഒക്കെ എടുത്തിട്ടാണെങ്കിലും നടന്ന് മുകളിലെത്തി. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നെല്ലിയാമ്പതി എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടു. അപ്പം അവിടെ ഒന്ന് സൈഡാക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വ്യൂ ഒക്കെ കണ്ടിട്ട് പതുക്കെ പോകാമെന്ന് ഓർത്തു. ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ ആനേനെയൊക്കെ കാണാൻ പറ്റുമെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടു. എന്തോ നമുക്ക് ഭാഗ്യമല്ല ഗൈസ്, നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ല. പക്ഷെ എന്താ, കുറേ മങ്കീസിനെ കണ്ടു കേട്ടോ. നമ്മുടെ ഹിൽ വാലി ഫാം ഹൗസിന്റെ പാർക്കിങ്ങിലേക്ക് എത്തി. നമ്മൾ റിസോർട്ട് എത്തിയിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മൾ ഈ റിസോർട്ടിലേക്ക് പോകുന്നത് അവരുടെ വണ്ടിയിലായിരിക്കും, ജീപ്പിലായിരിക്കും. ബിക്കോസ് ഓഫ് റോഡാണ്. അത് നമ്മുടെ വണ്ടി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഓഫ് റോഡ് ജേർണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഹിൽ വാലി റിസോർട്ട് നെല്ലിയാമ്പതി എന്നാണ്. അപ്പം ഇതൊരു കാട്ടിനുള്ളിൽ ഒരു കോഫി പ്ലാന്റേഷൻ്റെ നടുവിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കാടൊക്കെ കഴിഞ്ഞ് കോഫി പ്ലാന്റേഷനൊക്കെ കണ്ടു തുടങ്ങി, വിച്ച് മീൻസ് നമ്മൾ റിസോർട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്.